എൻ്റെ ഒരു ഫൈനാൻഷ്യൽ എമർജൻസിനെ ബ്ലോക്ക് അനുഭവിച്ച ഒരു ക്ലയൻറ്റ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അദ്ദേഹം എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഉണ്ട് 60 lakhs. അപ്പോൾ അദ്ദേഹം എന്നെ കാണുമ്പോൾ ആൾ ഭയങ്കര വറീഡ് ആയിട്ടാണ് വന്നിരുന്നത്. കാരണം 55 കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഈ 60 lakhs എത്തും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നല്ല കാര്യമല്ലേ, വൈ ഷുഡ് യു കം ഫോർ എ തെറപ്പി? ഹി സെഡ് എപ്പോൾ 60 എത്തിയാലും എൻ്റെ പോർട്ട്ഫോളിയോ മുഴുവനായിട്ട് പോകും. ഓവർ നൈറ്റ് എന്തെങ്കിലും ഇഷ്യൂ വരും, അക്കൗണ്ട് തന്നെ ഇല്ലാണ്ടാവും, ഗൾഫ് വാർ വരും, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു അത് ഡിമിനിഷ് ആയിപ്പോവും. അപ്പം ഞാൻ ചോദിച്ചു വാട്ട് ആർ യുവർ സബ് കോൺഷ്യസ് ബിലീവ്സ് അറൗണ്ട് ഇറ്റ്. അപ്പം അദ്ദേഹത്തിന് പ്രോപ്പർ നല്ല ബിലീഫ് സിസ്റ്റം ഉണ്ട്. അദ്ദേഹം നല്ല റീവയർ ചെയ്തൊരു മനുഷ്യൻ തന്നെയാണ്, വേറെ ഒരു മനുഷ്യനാണ്. അപ്പം നമ്മൾ തെറപ്പിയിൽ പോയപ്പോൾ ഒരു കാര്യം തെളിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ 60 ലക്ഷം അയാൾക്കൊരു കീ പോയിന്റ് ആയിരുന്നു. എങ്ങനെ? അദ്ദേഹത്തിൻ്റെ ഫാദറായിട്ട് അത്ര നല്ല റിലേഷൻഷിപ്പിലല്ല. ഒരു ജോലി ചെയ്യുന്നൊരു സമയത്ത് അച്ഛൻ വന്ന് പറഞ്ഞു തന്നെ ഞാൻ 60 ലക്ഷം കൊടുത്തിട്ടാണ് MBA പഠിപ്പിച്ചത്. അന്ന് അദ്ദേഹം തീരുമാനിച്ചു ഇത് തിരിച്ചു കൊടുക്കണം. അപ്പൊ എന്നൊക്കെ അദ്ദേഹം ട്രേഡിങ് ചെയ്യുന്നുവോ അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ആണ് ഇത് തിരിച്ചു കൊടുക്കണം. പക്ഷെ ഭാഷയുണ്ട്, ദ ചൈൽഡ് ഈസ് വെരി ആംഗ്രി അറ്റ് ഫാദർ, ഞാൻ തിരിച്ചു കൊടുക്കില്ല. 60 ലക്ഷം എപ്പോൾ എത്തുന്നു അക്കൗണ്ടിൽ പോകും. സോ നൗ ഹി ഹാസ് കം ടു മീ അറ്റ് 55 എത്തിയപ്പോൾ എന്നെ കാണാൻ വരുന്നത്. ബിക്കോസ് 3 പ്രാവശ്യം ആയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് കുറേ പോകുന്നുണ്ട്, കുറേ കടായി. നമ്മൾ ഭയങ്കര സക്സസ്ഫുള്ളി ഇത് റീവയർ ചെയ്തു, ആ എക്സ്പീരിയൻസിനെ റീവിസിറ്റ് ചെയ്തു, റീഅഫേം ചെയ്തു. ഇന്ന് ഹീ ഈസ് എ വെരി സക്സസ്ഫുൾ ട്രേഡർ.